ആദ്യം നീതി കിട്ടണം. വണ്ടി ഇടിച്ച് കൊല്ലും ആദ്യം പറഞ്ഞു. ഒരു കുട്ടിയെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ ടാർഗറ്റ് ചെയ്ത് ആ കുട്ടിയെ അയാൾ കൊല്ലും. എത്രയോ സൂയിസൈഡ് അവിടെ തന്നെ ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, പുറത്തു വന്നിട്ടില്ല. നമസ്കാരം, ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിൽക്കുന്നത്. മരണപ്പെട്ട ഇല്ലെങ്കിൽ കൊല്ലപ്പെട്ട എന്ന് പറയുന്നതിൽ തെറ്റില്ല. ചില നാറികൾ കാരണം, റാമെന്ന നാറി കാരണം മരണപ്പെട്ട നിതിൻ്റെ വീട്ടിലാണ് പ്രിയപ്പെട്ടവരെ നിൽക്കുന്നത്. നിതിൻ്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ അത്ര വിഷമകരമായ കാര്യമാണ്. നിതിൻ്റെ പെങ്ങളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ നിതിന് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയൊക്കെ പലരും വന്നിട്ടുണ്ടല്ലേ? വന്നിട്ടുണ്ട്. വീട് വേണ്ട നമുക്കിപ്പം, നീതിയാണ് വേണ്ടത്. നിതിന് ഇപ്പൊ വീട് വേണ്ടല്ലേ? ആദ്യം നീതി കിട്ടണം. അതാണ് ആവശ്യം. അല്ല, നിങ്ങളുടെ മോന് എന്താ പറയാ, ഈ തൊലിവെളുപ്പുള്ളവന്മാരും അവളുമാരും വിളിക്കുന്നത് കൊരങ്ങെന്ന് വിളിച്ചു അല്ലേ? പിന്നെന്താ വിളിച്ചമ്മേ? പട്ടീന്ന്. എല്ലാം പിന്നെ ആശുപത്രി കിടന്നപ്പോ എന്നെ ഒരുപാടൊക്കെ പറഞ്ഞു, ക്യാൻസർ രോഗിയെന്നോ അതൊന്നും ഇതൊന്നും ഒക്കെ പറഞ്ഞു. ക്യാൻസർ രോഗിയെന്നോ ഒരുപാട് അവനെ പറഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞു, സാറേ ഇന്ന് എൻ്റെ അമ്മ എന്ത് തെറ്റ് ചെയ്തെന്ന് കേട്ടു. അപ്പോഴും അവന് ഒരുപാടൊക്കെ പറഞ്ഞു, ഇഷ്ടംപോലെ പറഞ്ഞു, ഇഷ്ടംപോലെ ഈ ലോകത്തൊന്നും എല്ലാം കേൾക്കാൻ. കുറേയൊക്കെ നമ്മളോട് പറമ്പില്ലാതെ അത്രയും ബാക്കി പെങ്ങളോടായിട്ട് പറയണം. മനസ്സും എടുത്തു പോയതല്ലേ? മരവിച്ചു പോയി. അഭിമാനമുള്ളവർ ജീവിച്ചിരിക്കൂല. ഇല്ലേ? മോൻ പലതും കേട്ടിട്ട് പിടിച്ചിരിക്കാൻ നോക്കി ഒരു ഡോക്ടറായി വെളിയിൽ വരാൻ. അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവൻ അറിയായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇളയ പെങ്ങളോടെ പറയുള്ളൂ. എന്നിട്ട് അച്ഛനമ്മയും വിഷമിപ്പിക്കല്ലേ, ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞ് അവളും ഉള്ളിൽ ഒഴുക്കുമായിരുന്നു. എല്ലാം മോളോടാ പറയുന്നത്, പെങ്ങളോടാ പറയുന്നത്. മോളെ പേരെങ്ങനെയാ? നികിത. ശരിക്കും പറഞ്ഞാൽ നികിത ഇതൊരു എന്താ പറയാ, ആത്മഹത്യയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്താ? അങ്ങനെയാണെങ്കിൽ അവന് ഇവിടെ ഉണ്ടായിരുന്ന ടൈമിലും നമുക്ക് പഠിക്കണതിനെ പറ്റിയൊക്കെ ഒരു ഇത് വരും. ഇതുവരെ ഈ ചാനലിലൊന്നും പറയാത്തൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇവനൊരു വധഭീഷണി ഉണ്ടായിരുന്നു. ഇത് ഈ റാമെന്ന് പറയുന്ന നാറിയുടെ ഭാഗത്തുനിന്ന് ഒരു വധഭീഷണി തന്നെ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം വണ്ടി ഇടിച്ച് കൊല്ലും ആദ്യം പറഞ്ഞു. അതായത് ഒരു നവംബർ ഡിസംബർ ആ ടൈമിലാണ് പറഞ്ഞത്, വണ്ടി ഇടിച്ച് കൊല്ലും. അതിനുശേഷമാണ് വീണ്ടും കൈയും കാലം വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞത്. നമുക്ക് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, നമുക്ക് ഗേറ്റിന് ഫ്രണ്ടിൽ, അതായത് കോളേജിന്റെ ക്യാമ്പസിന്റെ ഫ്രണ്ടിൽ പോയി നമുക്ക് തമ്മിലടിച്ച് തീർക്കാം. നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് തീർക്കാം. നിനക്ക് ലാസ്റ്റ് ഇവിടെ നിന്ന് പോകുമ്പോൾ നിന്റെ കൈയും കാലം കാണൂല. നല്ല രീതിക്ക് റാമെന്ന് പറയുന്ന ആള് നല്ല രീതിക്ക് അവരെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഈ ടീച്ചറോ? മാമിനെ പറ്റി 2 തവണ മാത്രമേ കംപ്ലൈന്റ് പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സൈക്കോ ടൈപ്പിലായിരുന്നു ഈ റാമെന്ന് പറയുന്ന ആളുടെ ഒരു പെരുമാറ്റം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു കുട്ടിയെ ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കും. ഒരു കുട്ടിയെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ ടാർഗറ്റ് ചെയ്ത് ആ കുട്ടിയെ അയാൾ കൊല്ലും. അത് തന്നെയാണ് ആദ്യം ഇയാൾ പറഞ്ഞിട്ടുണ്ടല്ലേ? ഇയാൾ എന്താ പറഞ്ഞിട്ടുള്ളേ? ഫസ്റ്റ് മുതലേ പറയുന്ന കാര്യമാണ്, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിനക്കെതിരെ നീ ഇവിടുന്ന് ജീവനോടെ പോവില്ല. അതായത് ഈ സീനിയർ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമാണ്, ഏതെങ്കിലും ഒരു കുട്ടിയെ ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കും. ആ കുട്ടി എത്രയോ സൂയിസൈഡ് അവിടെ തന്നെ ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, പുറത്തു വന്നിട്ടില്ല. അതെ. കാര്യം ഇതുപോലെ ഒരു പെങ്കൊച്ച് ഇതേ സെയിം, അതായത് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും അതിനെ കൊന്നതാണോ ഒന്നും അറിയില്ല. തീർച്ചയായിട്ടും അന്വേഷണം പറഞ്ഞു. ഇയാളൊരു പാർട്ടിക്കാരനോ അങ്ങനെ വല്ലതും ആണോ? അതിനെ പറ്റി ഒന്നും അറിയില്ല. പോലീസ് ഇതുവരെ അതിനുള്ള തെളിവുകളൊന്നും ഇതുവരെ കാരണം ഇതിനകത്ത് ഒരു സ്പാം എന്തോ, ഒരു ലോട്ടറി സ്പാം, ഇത് എന്തോ ലോൺ സ്പാം എന്നു പറഞ്ഞുകൊണ്ട് ബീഹാർ വരെ പോയി ആളെ കണ്ടെത്തി. പക്ഷേ ഈ റാമെന്ന് പറയുന്ന ഈ പരനാറിയെ കണ്ടെത്താൻ ഇതുവരെ പ്രിയപ്പെട്ട കേരള പോലീസ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്താണെന്ന് അറിയത്തില്ല. അത്രയും എടുക്കാനായിട്ടൊരു പയ്യനായിരുന്നു. കൊക്കോ കളിക്കുമായിരുന്നു അല്ലേ? കൊക്കോ ചാമ്പ്യൻ ആയിരുന്നു. എല്ലാത്തിലും ഉണ്ടായിരുന്നു. കാരണം ഞാൻ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഞാൻ കണ്ടാൽ അറിയാം, ഇവിടെ വീട്ടിൽ വന്നപ്പോൾ വല്ലാതെ വിഷമം തോന്നുന്ന കുറേ കാര്യങ്ങൾ അവിടെ ഉള്ളത്. അവൻ പോകാൻ നേരത്ത് കൊണ്ടുപോകാനായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളത് ഉണ്ടോ? ഇവിടുന്ന് ഈ സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോണത്. ഇത് തുണി നനയ്ക്കുന്ന സാധനങ്ങൾ, ഇതുണ്ടോ? അവൻ്റെ ഇത് കളിക്കാനുള്ള ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഇതുണ്ടോ?
കളിക്കാൻ ഉപയോഗിക്കുന്ന ഷൂസ് എല്ലാം ഉണ്ട്. അത്രയും മിടുക്കനായിട്ടുള്ള ഒരു പയ്യൻ. ശരിക്കും പറഞ്ഞാലേ ഇതൊക്കെ എന്തൊരു അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോഴും കണ്ണുനീര് പറ്റാതെ ഇവിടെ ഈ മോനെ നോക്കിയിരിക്കുന്ന, ഇല്ല ഫോട്ടോ നോക്കിയിരിക്കുന്ന, അവരുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിരിക്കുന്ന അമ്മ. എങ്ങനെ അമ്മയ്ക്ക് കാണാൻ പോയി TV മാച്ച് കൊടുത്ത് ദിവാനും മാച്ച് കൊടുത്തേന്. അമ്മ പശുവല്ലായിരുന്നോ? അമ്മയ്ക്ക് എന്നായിരുന്നു പറ്റിയേ? അമ്മയ്ക്ക് 2.5 മാസം ചികിത്സയിലായിരുന്നു. ഇവിടെ ഒരു ചെറിയ മുഴ വന്നു. അതിൻ്റെ ഇതായി. പിന്നെ സർജറി ചെയ്യാൻ പറ്റില്ല. സർജറി ചെയ്താൽ സ്ട്രോക്ക് വരുമെന്ന്. അത് ഈ കേരള പോലീസിനെ പോലെ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഇത് പാർട്ടിക്കാരുടെ പ്രശ്നമൊന്നും അല്ലല്ലോ. ഇത് എന്തുകൊണ്ടാണ് ഈ രാമൻ എന്ന് പറയുന്ന ആളുടെ ഈ ബന്ധം ഉള്ളതുകൊണ്ടാണോ? എനിക്കറിയത്തില്ല. ഈ സ്വന്തം അമ്മയ്ക്ക് TV മേടിച്ച് കൊടുത്തിട്ട് പോയ പയ്യനാണിത്. ദിവാൻ കൊട്ടു അല്ലേ? ഇവിടെ കിടന്ന് അമ്മ ഇവിടെ കിടന്ന് TV കാണണമെന്ന് പറഞ്ഞു. സുഖമില്ലാത്ത അമ്മ എങ്ങനെ കഴിച്ച് പോകാൻ എങ്ങനെ വാങ്ങിച്ചു കൊടുത്തു? എന്തായാലും ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഈ 4-ാം തീയതി എന്ന് പറയുന്ന ദിവസം നമുക്ക് ഇലക്ഷൻ്റെ റിസൾട്ട് വരുമായിരിക്കും. ആരും ഭരണത്തിൽ വരട്ടെ, BJPയോ ഈ പറയുന്ന കോൺഗ്രസോ LDF സർക്കാർ ആരും ആവട്ടെ, നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാക്കി തരണം. കാരണം ഇവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു, ഏറ്റവും സ്നേഹത്തോടുകൂടി CPM എന്ന് പറഞ്ഞ പാർട്ടി. പക്ഷെ അതിനൊക്കെ ഇവരല്ല, ഈ ചേട്ടൻ അതൊക്കെ വേണ്ടാന്ന് പറഞ്ഞു. കാരണം അവനിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു വീടല്ല, അവന് നീതി, ഒരു ആത്മാഭിമാനിയായിരുന്നു. കാര്യങ്ങളെ തൻ്റെ അടുത്തോടുകൂടി നേരിടാനുള്ള ധൈര്യമുള്ളവനായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് അവനിങ്ങനെ പറ്റിയത്. നമ്മൾ തെറ്റിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവസാനം ചെയ്യാനുള്ള പരിപാടി ഈ ജാതി അധിക്ഷേപം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സുന്ദരമായി കൊച്ചു കേരളത്തിൽ ഇനി ഒരിക്കലും ഈ ജാതിയുടെ മതത്തിൻ്റെയോ പേര് പറഞ്ഞ് നിറത്തിൻ്റെയോ പേര് പറഞ്ഞ് ഒരാളെ അധിക്ഷേപിക്കരുത്. കാരണം അതിൻ്റെ പേരിൽ ഒരു മരണം സംഭവിക്കുക. ഇവനെപ്പോലുള്ള പരനാറി ഫ്രോഡുകളെയൊക്കെ നിങ്ങൾ ഒറ്റപ്പെടുത്തണം. എന്തായാലും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കേരള പോലീസ്, നിങ്ങളോട് അഭ്യർത്ഥനയാണ്. ഈ അച്ഛൻ്റെയും അമ്മയുടെയും പെങ്ങന്മാരുടെയും ഒക്കെ വേദന നിങ്ങൾ കാണണം. വല്ലാത്തൊരു ദുരന്ത അവസ്ഥയാണ് ഈ പയ്യൻ്റെ. അത്രയും മിടുക്കനായിട്ടുള്ള പയ്യൻ തെറ്റിനെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു പോയി, ഇല്ലേ ഒറ്റയ്ക്കായി പോയി എന്നൊക്കെ പറയുമ്പോൾ ഇത് മുഴുവൻ ഇതുണ്ടോ, ഇത് ഫുള്ള് അവൻ്റെ സർട്ടിഫിക്കറ്റുകളാണ്. ഇവരെന്ത് ചെയ്യും? പോയി ഇത് ചൂടാനാണോ ഞങ്ങളിത് ഇങ്ങനെ പഠിപ്പിച്ച? ഇത് എന്തിനുള്ള ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് എന്തോ അങ്ങോട്ടെന്ന് പറയാൻ അമ്മയ്ക്ക് ഉറക്കമല്ല. രാത്രി ഉണർന്നിരിക്കും. പോകാൻ വരുന്ന നോക്കി ഗുളിക തന്നെ കഴിക്കുന്നില്ല. ഒരുപാട് ഗുളികയുണ്ടല്ലേ? പക്ഷെ ഒന്നും കഴിക്കുന്നില്ല. ഇല്ല, എനിക്ക് പറ്റൂല. എനിക്ക് മെഡിക്കൽ കോളേജില് കാർഡിയോളജിയെ കാണാൻ പോകേണ്ട ദിവസമാണ്. പോയില്ല. എന്തായാലും കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല ഈ വീട്ടിൽ വന്നുകൊണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം തന്നെ തീർച്ചയായിട്ടും അവന് നീതി കിട്ടണം. അല്ലെങ്കിൽ കിട്ടണേ ഭഗവാനെ, അല്ല ദൈവമേ, ഉള്ള ദൈവങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് നീതി കിട്ടാൻ വേണ്ടി തന്നെയാണ്. ഈ തെറ്റ് ചെയ്ത ഈ പരനാറിയെ, ഈ നായിൻ്റെ മോനെ പ്രിയപ്പെട്ട കേരള പോലീസ് നിങ്ങൾ സംരക്ഷിക്കരുത്. ഒരുപാട് വിഷമത്തോടുകൂടി, ഒരുപാട് ഒച്ചയിടുന്നില്ല, ബഹളമില്ല, കണ്ണീരോടുകൂടി ഇതിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് വിട പറയുകയാണ് നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ. ട്രൂ TV വേണ്ടി നന്ദി.